നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് കപ്പ് കാണാനായി എത്തുന്നവർക്ക് സുവർണ അവസരമാണ് മെട്രോ ഒരുക്കിയിരിക്കുന്നത്. ഗൾഫ് കപ്പ് മത്സരം കാണാനായി മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ഡേ പാസ് അനുവദിക്കും. ഗൾഫ് കപ്പിന്റെ മത്സര ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് മത്സര സമയങ്ങളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഗൾഫ് കപ്പ് പ്രമാണിച്ച് ദോഹ മെട്രോ പ്രവർത്തന സമയം നീട്ടിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ രാത്രി 12 വരെയാണ് പുതിയ സമയക്രമം. മുൻപ് 11 വരെയായിരുന്നു പ്രവർത്തനം. കാണികൾക്ക് ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലേക്ക് എത്താൻ ദോഹ മെട്രോയുടെ ഗോൾഡ് ലൈൻ സർവീസ് ഉപയോഗിക്കാം. മത്സര ദിനത്തിൽ മെട്രോ സ്റ്റേഷനുകളിലെ ഗോൾഡ് ക്ലബ് ഓഫീസുകളിൽ നിന്ന് സൗജന്യ ഡേ പാസ് ലഭിക്കും. ഗൾഫ് കപ്പ് മത്സരം പ്രിന്റ് ചെയ്ത ടിക്കറ്റാണ് കാണിക്കേണ്ടത്. റാസ്പു അബൌദ് സ്റ്റേഷൻ മുതൽ അൽ അസീസിയ സ്റ്റേഷൻ വരെയാണ് ഗോൾഡ് ലൈൻ. അൽ ഖ്വാസർ മുതൽ അൽ വക്ര വരെയാണ് റെഡ് ലൈൻ. റെഡ് ലൈൻ ഉപയോഗിക്കുന്നവർ മിഷേറിബ് ഇന്റർചേഞ്ച് വഴി ഗോൾഡ് ലൈനിൽ പ്രവേശിച്ച് സ്പോർട്സ് സിറ്റി സ്റ്റേഷനിലെത്താം. നാഷണൽ മ്യൂസിയം, സൂഖ് വാഖിഫ്, മിഷറിബ്, ബിൻ മഹൂബ്, അൽറദ്, സുഡാൻ, ജവാൻ, അൽവാബ്, സ്പോർട്സ് സിറ്റി, അസീസിയ എന്നിവയാണ് ഗോൾഡ് ലൈനിലെ സ്റ്റേഷനുകൾ. അതേസമയം അവസാന നിമിഷം ടീമിലും പദ്ധതികളിലും മാറ്റം വരുത്തേണ്ടി വന്നെങ്കിലും സൗദി അറേബ്യ അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോളിന് ഒരുങ്ങിയിട്ടുണ്ട്. ബുധനാഴ്ച കുവൈറ്റിനെതിരെയാണ് ആദ്യ മത്സരം നടക്കുക. ആസ്പെയർ അക്കാദമി ട്രെയിനിംഗ് ഗ്രൗണ്ടിലായിരുന്നു സൗദി ടീമിന്റെ പരിശീലനം. ഫ്രഞ്ചുകാരനായ കോച്ച് ഹാർവി റെനാൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. ടീം ഖത്തറിലേക്ക് പുറപ്പെടും മുൻപ് 2 മാറ്റങ്ങൾ വരുത്താൻ റെനാഡ് നിർബന്ധിതനായിരുന്നു. അൽ അഹ്ലി ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഉവൈസിനും അൽ-നസർ ഡിഫൻഡർ അബ്ദുള്ള മൗനിനും പരിക്കേറ്റു. പരിക്കുകളും കളിക്കാർ ലഭ്യമല്ലാതിരുന്നതും അലട്ടുന്നുണ്ടെങ്കിലും സൗദി അറേബ്യ 24ാമത് ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് സജ്ജമായതായി ക്യാപ്റ്റൻ യഹ്യ അൽ ഷഹ്രി പറഞ്ഞു. ഏഷ്യൻ ചാമ്പ്യൻ ലീഗിൽ ഫൈനൽ കളിക്കേണ്ട അൽ ഹിലാൽ കളിക്കാരില്ലാതെയാണ് സൗദി ടീം ഗൾഫ് കപ്പിനായി പരിശീലനം നടത്തിയത്. ഗൾഫ് കപ്പ് എല്ലാ ടീമുകൾക്കും അഭിമാന പ്രശ്നമാണെന്ന് യഹ്യ അൽ ഷഹ്രി പറഞ്ഞു. ലോക ഫുട്ബോളിന്റെ ഏഷ്യൻ യോഗ്യതാ റൗണ്ട് പുരോഗമിക്കുകയാണ്. മേഖലയിലെ എല്ലാ ടീമുകളുടെയും പുരോഗതി യോഗ്യതാ റൗണ്ടിലെ മത്സരങ്ങളിൽ വ്യക്തമാണ്. സൗദി ടീം പുതിയ കോച്ചുമായാണ് ടൂർണമെന്റിന് എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കരഗതമാക്കാനുള്ള തീവ്രയത്നത്തിലാണ് ടീമെന്ന് ക്യാപ്റ്റൻ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.